രേവന്ത് റെഡ്ഡി പറഞ്ഞാൽ സോണിയാഗാന്ധിയും രാഹുലും പ്രിയങ്കയുമൊക്കെ അനുസരിക്കും. കാരണം അവർക്ക് അത്രയ്ക്ക് കടപ്പാട് രേവന്ത് റെഡ്ഡിയോടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ അഭിമാനം കാത്തത് തെലങ്കാനയിലൂടെ രേവന്ത് റെഡ്ഡിയാണ്. അതുകൊണ്ട് തന്നെ രേവന്ത് കോൺഗ്രസിന് പ്രിയപ്പെട്ടവനാണ്. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നിന്നും മത്സരിക്കാൻ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി സോണിയയെ നേരിൽ കണ്ടാണ് ഇക്കാര്യം അറിയിച്ചത്. തെലങ്കാനയിൽ നിന്ന് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകം പ്രമേയം പാസാക്കിയതായി രേവന്ത് സോണിയയെ അറിയിച്ചു. ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക, സംസ്ഥാന റവന്യൂ മന്ത്രി പൊങ്കുലേട്ടി ശ്രീനിവാസ് റെഡ്ഡി എന്നിവരോടൊപ്പമായിരുന്നു രേവന്ത് സോണിയയെ സന്ദർശിച്ചത്. തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയ സോണിയയെ ജനങ്ങൾ അമ്മയായാണ് കാണുന്നതെന്ന് രേവന്ത് പറയുന്നുണ്ട്. അതേസമയം ശരിയായ സമയത്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു സോണിയ മറുപടി നൽകിയതെന്ന് കോൺഗ്രസ് പ്രസ്താവനയിലും പറഞ്ഞു. തെലങ്കാനയിലെ ഗമ്മത്തിൽ സോണിയയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ. BRSന്റെ നാമ നാഗേശ്വര റാവു ആണ് നിലവിൽ ഗമ്മത്ത് നിന്നുള്ള ലോക്സഭാ അംഗം. 2014 പൊങ്കുലേട്ടി ശ്രീനിവാസ റെഡ്ഡി ഇവിടെ YSR കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചിരുന്നു. സോണിയാഗാന്ധി സംസ്ഥാനത്തെത്തിയാൽ ഗമ്മത്ത് അട്ടിമറി വിജയം നേടാൻ സാധിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. നേരത്തെ പ്രിയങ്ക ഗാന്ധിയെ തെലങ്കാനയിൽ നിന്ന് മത്സരിപ്പിക്കണമെന്ന ആവശ്യവും സംസ്ഥാന ഘടകം മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ 3 മാത്രമായിരുന്നു കോൺഗ്രസ് വിജയിച്ചിരുന്നത്. BRS 9 BJP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. ഒവൈസിയുടെ AIMIM 1 സീറ്റ് നേടിയിരുന്നു. ഇക്കുറി സംസ്ഥാന ഭരണം പിടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസിനാണ് മേൽക്കൈ. സ്ഥാനാർത്ഥി ചർച്ചകൾ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. എന്നാൽ BJPയും ഇത്തവണ അട്ടിമറി ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. ഇക്കുറി ഇരട്ടി സീറ്റുകളാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും തെലങ്കാന കോൺഗ്രസിന് സ്വന്തമാണ്. അത് BJPക്ക് വിട്ടുകൊടുക്കാൻ പാർട്ടി ഒട്ടും തന്നെ തയ്യാറല്ല. മുഴുവൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് തെലങ്കാനയിൽ മുന്നിട്ടിറങ്ങിയതും.